നാടൻ മുട്ടയ്ക്ക് ഗുണം കൂടുതലാണെന്നാണോ വിചാരം? സത്യാവസ്ഥ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അത്ഭുതപ്പെടേണ്ട, നാടൻ മുട്ടയിലും സാധാ ഫാം മുട്ടയിലും കൃത്യം 6 ഗ്രാം പ്രോട്ടീൻ തന്നെയാണുള്ളത്. അതെ, മസിൽ വളർത്താൻ രണ്ടും നൽകുന്നത് ഒരേ പോഷകങ്ങൾ തന്നെ, യാതൊരു വ്യത്യാസവുമില്ല കേട്ടോ. അപ്പോൾ നാടൻ മുട്ടയിലെ കടുമഞ്ഞക്കരുവോ അതിൽ പ്രോട്ടീൻ കൂടുതലില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, കോഴി കഴിക്കുന്ന പുല്ലോ മഞ്ഞച്ചോളമോ ആണ് ആ നിറത്തിന് കാരണം, അല്ലാതെ പ്രോട്ടീൻ അല്ല. ഒരേ പ്രോട്ടീൻ കിട്ടാൻ നാടൻ മുട്ടയ്ക്ക് നിങ്ങൾ ചില വെറുതെ കൊടുക്കുകയാണ്. അതുകൊണ്ട് സാധാരണ ഫാം മുട്ടകൾ വാങ്ങുന്നതാണ് ആരോഗ്യത്തിനും പോക്കറ്റിനും എപ്പോഴും നല്ലത്. ഇനി ബ്രോയിലർ കോഴികളിൽ ഹോർമോൺ കുത്തിവെക്കുന്നുണ്ടോ? എല്ലാവർക്കും പേടിയുള്ള ആ വലിയ മിഥ്യ നമുക്ക് പൊളിക്കാം. ഒരു ഗ്രോത്ത് ഹോർമോണിന് 2000 രൂപയ്ക്ക് മുകളിലാണ് വില വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ ഒരു കോഴിയെ മാർക്കറ്റിൽ വിൽക്കുന്നത് വെറും 150 രൂപയ്ക്കാണ്. ചിന്തിച്ചു നോക്കൂ. ഇത്രയും കാശ് മുടക്കി ഹോർമോൺ അടിച്ചാൽ കർഷകർക്ക് വൻ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യില്ല. ഇനി ഹോർമോൺ തീറ്റയിൽ കലർത്താനും കഴിയില്ല. കാരണം കോഴിയുടെ ആമാശയം അതിന് വെറും പ്രോട്ടീനായി ദഹിപ്പിച്ചു കളയും. ദിവസവും ആയിരക്കണക്കിന് കോഴികൾക്ക് കൈകൊണ്ട് ഇഞ്ചക്ഷൻ നൽകുക എന്നത് തീരെ പ്രാക്ടിക്കലായ കാര്യമല്ല. പിന്നെന്താണ് ഈ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് കാരണം? മികച്ച ബ്രീഡിങ്ങും ഉയർന്ന ഗുണനിലവാരമുള്ള തീറ്റയും മാത്രം. കൃത്യമായ ഡയറ്റും ജനിതക ഗുണങ്ങളുമുള്ള ഒരു കായിക താരത്തെ പോലെയാണ് ബ്രോയിലർ കോഴികൾ വളരുന്നത്. അതുകൊണ്ട് സാധാരണ മുട്ടയും ബ്രോയിലർ ചിക്കനും തികച്ചും സുരക്ഷിതവും പ്രോട്ടീൻ സമ്പുഷ്ടവുമാണെന്ന് ശാസ്ത്രം പറയുന്നു. ചുരുക്കത്തിൽ, വ്യാജ ലേബലുകളിൽ പണം കളയാതെ നിങ്ങളുടെ പ്രോട്ടീൻ ശരിയായ രീതിയിൽ കഴിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് പുതിയതായിരുന്നെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യൂ. ഇനി ഏത് ഭക്ഷണത്തിലെ മിഥ്യയാണ് നമ്മൾ പൊളിക്കേണ്ടത്?